സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ലൂപ്പിലുള്ളത് ത്രെഡ് കൂട്ടാതെ ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തതിലോട്ട്, ഈ നീളത്തിലുള്ള നൂല് കിടക്കുന്ന ഭാഗത്തുള്ള ചെയിനിലോട്ടാണ് ഇടുന്നത്. രണ്ടാമത്തതിലോട്ട് കേട്ടോ, ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തതിലോട്ട് ഞാൻ കാണിക്കാം. ഇതൊരെണ്ണം, ഇവിടെ രണ്ടാമത്തതിലോട്ട് ഇടുന്നു. ഇപ്പം നമ്മളെ നീഡിലിൽ 2 ത്രെഡ് ഉണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെയിൻ സ്റ്റിച്ചിലോട്ട് ഇടാം. അപ്പോൾ ഏതാണ് തൊട്ടപ്പുറത്ത് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഏതാണോ വലുതായിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളതിലോട്ടാണ് ഇടേണ്ടത്. ഇതുപോലെ ഇടുന്നു. നമ്മൾ അവിടെ നിന്നും ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് അതിലൂടെയും നമ്മൾ ആദ്യത്തെ ഇതിലൂടെയും വലിച്ചെടുക്കുന്നു. ഓക്കെ, ഇപ്പം 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിലോട്ട് ഇടുന്നു, യാൺ ഓവർ ചെയ്യുന്നു, അതിനകത്തും അതുപോലെ ഇതിനകത്തും ഇട്ടിട്ട് വലിച്ചെടുക്കുന്നു. ഓക്കെ, ഈ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഓക്കെ.